ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ പുട്ട്. ഇപ്പോൾ എല്ലാവരും ഉണ്ടാക്കണതല്ലേ, പിന്നെ എന്തെത്ര കാണിക്കാനുള്ളതെന്ന് വെച്ചാൽ ഇതൊരു സ്പെഷ്യൽ പുട്ട്. നമ്മൾ വീട്ടിൽ തന്നെ അരി പൊടിച്ച് ഉണ്ടാക്കുന്ന പുട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് കഴിച്ചാലാണ് ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് മനസ്സിലാവുള്ളൂ, പറഞ്ഞാൽ അറിയില്ല. ഇത് ഉണ്ടാക്കി നോക്കിയിട്ടുള്ളവർ കുറേ പേരുണ്ടാവും കേട്ടോ. ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ ഈ വീഡിയോ കണ്ടിട്ട് ഉണ്ടാക്കി നോക്കിക്കോളൂ. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി പുട്ടാണ്. കണ്ടില്ലേ, നല്ല സോഫ്റ്റായിട്ട് നല്ല പഞ്ഞി പോലെ ഇരിക്കുന്ന പുട്ടാണ് കേട്ടോ. നല്ല പഞ്ഞി മിഠായി പോലെ നമ്മുടെ വായിലിട്ട് അലിഞ്ഞു പോണ പോലത്തെ പുട്ട്. അപ്പോൾ ഇതുപോലത്തെ പുട്ട് ഉണ്ടാക്കണമെങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കിക്കോളൂ കേട്ടോ. നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഇതിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് മട്ട അരിയാണ് കേട്ടോ. ഇത് വടി മട്ട എന്ന് പറയുന്ന അരിയാണ്. ഏത് വേണമെങ്കിലും കുഴപ്പമില്ല, ഏതായാലും അങ്ങനെ മട്ട അരി എടുക്കുക. 2 കപ്പ് എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ തലേ ദിവസം ഒരു 6:30 നേരത്താണ് കേട്ടോ, സന്ധ്യയ്ക്ക് 6:30 നേരത്താണ് ഇത് നമ്മൾ വെള്ളത്തിലിട്ട് വയ്ക്കുന്നത്. നന്നായിട്ട് കഴുകിയെടുക്കുക. കണ്ടില്ലേ, ഇതുപോലെ വെള്ളം തെളിയുന്ന വരെ നമ്മൾ കഴുകിയെടുക്കണം കേട്ടോ. നല്ല ക്ലിയർ ആയില്ലേ വെള്ളം? ഇതുപോലെ ആണ് നമ്മൾ കഴുകിയെടുക്കേണ്ടത് കേട്ടോ. ഇനി അതൊക്കെ വെള്ളമൊക്കെ കളഞ്ഞ് നല്ല വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ അടച്ചു വയ്ക്കാം. ഇപ്പോൾ വൈകുന്നേരമാണ് കേട്ടോ നമ്മളിത് ചെയ്യണത്. അടച്ചു വയ്ക്കുക. ഇനിയിപ്പോൾ ഇതേ രാവിലെ എണീറ്റ ഉടനെ തന്നെ ഇതിലത്തെ വെള്ളം മൊത്തം നമ്മൾ കളയണം. വേറെ ഒന്നും ചെയ്യാനില്ല. ഇപ്പോൾ നന്നായിട്ട് കുതിർന്ന് അരിമണിയൊക്കെ നന്നായി വീർത്ത് വന്നിട്ടുണ്ട് കേട്ടോ, വെള്ളമൊക്കെ കുടിച്ചിട്ട്. അപ്പോൾ ഇനി നമ്മളൊന്നും ചെയ്യണ്ട, ഈ വെള്ളത്തിൽ നിന്ന് അരി മാറ്റിയെടുക്കുക. അപ്പോൾ നമ്മളൊരു അരിപ്പയിൽ ഇങ്ങനെ വാലാൻ വെച്ചാൽ മതി. അപ്പോൾ ആകുമ്പോൾ വേഗം വെള്ളം പോവും. ഇതിങ്ങനെ അരിപ്പയിലേക്ക് മാറ്റി വയ്ക്കുക. അപ്പോൾ കൂടുതൽ അരി ഉണ്ടെങ്കിൽ വലിയ പാത്രത്തിൽ വെച്ചോളൂ കേട്ടോ, അരിപ്പ പാത്രത്തിൽ. ഇനി ഈ വെള്ളം പോകാനായിട്ട് ഒരു 1/2 മണിക്കൂറോളം വെക്കുക. അപ്പോൾ ഇതിലത്തെ കംപ്ലീറ്റ് വെള്ളവും പോവും. 1/2 മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ എടുത്തപ്പോൾ കണ്ടില്ലേ, ഇത്രയും വെള്ളം ഉണ്ടായിരുന്നു അതിൽ കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങനെ തന്നെ കോരി എടുത്തിട്ടുണ്ടെങ്കിൽ അത് ആകെ കുഴഞ്ഞു പോയെന്നെ, പൊടിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് വെള്ളം കളഞ്ഞിട്ട് ഇങ്ങനെ മിക്സിയുടെ ജാർ എടുക്കുക. കുറേശ്ശെ ഇട്ടിട്ട് 2-3 പ്രാവശ്യമൊക്കെ ആയിട്ട് നമ്മൾ നന്നായിട്ട് പൊടിച്ചെടുക്കുക. അപ്പോൾ ഇവിടെ നമ്മളെന്താ ചെയ്തതെന്ന് വെച്ചാൽ 2 മിക്സിയുടെ ജാർ എടുത്തു. അപ്പോൾ ഒരു ജാറിൽ നന്നായിട്ടൊന്ന് ഒരു 50-60% പൊടിഞ്ഞ് കിട്ടിയതിൽ. പിന്നെ നന്നായിട്ട് പൊടിയാൻ വേണ്ടി വേറെ ജാർ എടുത്തു. അങ്ങനെയാണ് ഞാൻ പൊടിച്ചത്. ഈ ജാറിൽ അത്ര അധികം നന്നായിട്ട് പൊടിയുന്നില്ല. അപ്പോൾ ഇതിൽ പകുതി പൊടിച്ചു, പിന്നെ മറ്റേതിലും ഇട്ടു. ഒരു റവയൊക്കെ ഉണ്ടാവില്ലേ, അതുപോലത്തെ നമ്മൾ പുട്ടുപൊടിയുടെ അതേ പാകത്തിന് നമുക്ക് പൊടിച്ചെടുത്താൽ മതി കേട്ടോ. ഇനി ആ പൊടി ഇതേ വേറൊരു ജാറിൽ, അപ്പോൾ ജാറൊക്കെ നന്നായിട്ട് ഉണങ്ങിയിട്ട് എടുക്കാം, വെള്ളമില്ലാണ്ട്. അല്ലെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കും. അപ്പോൾ ഒട്ടും വെള്ളം പാടില്ല ജാറിൽ കേട്ടോ. കുറേശ്ശെ ഇട്ട് പൊടിച്ചാൽ മതി, അല്ലെങ്കിൽ നന്നായിട്ട് ഇങ്ങനെ പൊടിഞ്ഞ് കിട്ടില്ല. അപ്പോൾ അതേ നമ്മൾ അതിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്തു കേട്ടോ. ഇതാണ് അതിൻ്റെ പാകം ഉണ്ടാകണ്ടില്ലേ, റവ പോലെ തോന്നണില്ലേ, റവ നനച്ച പോലെ. ഇതുപോലെ ഇങ്ങനെ തരിയായിട്ട് കിട്ടും കേട്ടോ. ഇതുപോലെ മതി നമുക്ക്. അടുത്ത ബാച്ചും ഇതുപോലെ തന്നെ കുറേശ്ശെ ഇട്ടിട്ട് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മളിതിൽ ഉപ്പ് ചേർക്കുന്നുണ്ട് കേട്ടോ. 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. അതായത് പുട്ടിലേക്ക് ആവശ്യമുള്ള ഉപ്പ് നമ്മളിപ്പോൾ ചേർക്കുക, അല്ലെങ്കിൽ നമ്മൾ അത് കഴിഞ്ഞിട്ട് ഇടണ്ടേ. ഇതാകുമ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കിട്ടും. അപ്പോൾ 2ാമത്തെ പ്രാവശ്യം ഇട്ടപ്പോഴാണ് കേട്ടോ. ഏത് പ്രാവശ്യം വേണമെങ്കിൽ, ആദ്യത്തെ പ്രാവശ്യമോ 2ാമത്തെ പ്രാവശ്യമോ അവസാനത്തെ ട്രിപ്പിലോ എപ്പോൾ വേണമെങ്കിലും ഉപ്പ് ഇടാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ 2ാമത്തെ പ്രാവശ്യമാണ് ഇട്ട് കൊടുത്തത് ഉപ്പ്. അങ്ങനെ ഇതേ എല്ലാം പൊടിച്ചെടുത്തു. അപ്പോൾ ഉപ്പുള്ള ഭാഗം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നതാണ് കേട്ടോ. നമുക്ക് ഇനിയുണ്ട്, ഒരു ട്രിപ്പും കൂടെ ഉണ്ട്. അതും കൂടെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫൈനൽ മിക്സ് ചെയ്യുള്ളൂ. അങ്ങനെ എല്ലാ അരിയും നമ്മൾ പൊടിച്ചെടുത്തു കേട്ടോ. ഇതുപോലെ തരുന്നതിനെ നമുക്ക് കിട്ടും കേട്ടോ, പുട്ടുപൊടിയുടെ പാകത്തിന് തന്നെ കിട്ടും. ഇപ്പോൾ കണ്ടില്ലേ, എല്ലാ പൊടിയും പൊടിച്ചെടുത്തു. ഇനി നമുക്ക് ഇത് അടച്ചു വയ്ക്കാം കേട്ടോ. ഇത് ഇനി പുട്ടുണ്ടാക്കുന്ന സമയത്ത് എടുത്താൽ മതി. ഇങ്ങനെ എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിലാണെങ്കിൽ നമുക്കിത് ഇങ്ങനെ തന്നെ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചാൽ 2-3 ദിവസമൊക്കെ എടുത്ത് വയ്ക്കാൻ പറ്റും കേട്ടോ. ആവശ്യമുള്ള സമയത്ത് മാത്രം എടുത്ത് പുട്ടുണ്ടാക്കിയാൽ മതി.
ഇനി നമ്മളിത് പുട്ടുണ്ടാക്കാൻ ഇതിൽ കുറച്ച് സാധനങ്ങളൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഉള്ളി ചേർക്കും, ജീരകം ചേർക്കും. അപ്പോൾ ഇത് രണ്ടും ആവശ്യമില്ലാത്തവർക്ക് ഇത് ചേർക്കണ്ട. ഇവിടെ 2-3 ഉള്ളി എടുത്ത് അത് ചേർത്തു, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ജീരകവും ചേർത്തു. ഇനി നമ്മൾ ആ പൊടി വട്ടത്തിലുള്ള ഒരു പാത്രത്തിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ അത് അപ്പോഴല്ലേ നമുക്കിങ്ങനെ ഒന്ന് മിക്സ് ചെയ്യാനായിട്ട് എളുപ്പമുണ്ടാവുക. മറ്റേത് വീഡിയോ എടുക്കാൻ വേണ്ടി ചെറിയ പാത്രത്തിലിട്ടതാണ്. അപ്പോൾ അതേ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതേ ഉണ്ട്, ഇതുപോലെ നമുക്കിങ്ങനെ പിടിക്കുമ്പോൾ നന്നായിട്ട് കിട്ടുന്നുണ്ട്. ഇനി ഇതിൽ വെള്ളം ഒന്നും ചേർക്കണ്ട കേട്ടോ. ഇതുപോലെ തന്നെ ഇങ്ങനെ ഒന്ന് എടുത്താൽ മതി, വേറെ ഒന്നും ചേർക്കണ്ട. നമ്മുടെ കഴിഞ്ഞു. ഇനി ഇത് ഇട്ടിട്ട് നമുക്ക് പുട്ട് ഉണ്ടാക്കാം, അത്ര പണിയുള്ളൂ. ഇനി നമ്മൾ സാധാരണ പുട്ടുപൊടി നനയ്ക്കണ പോലെ വെള്ളം ഒഴിക്കില്ല, ഒന്നും ചെയ്യണ്ട. ഉപ്പും നമ്മൾ ചേർത്തിട്ടുണ്ടല്ലോ, ആ ഉപ്പിട്ടത് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനിയിപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിൽ നമുക്ക് ഫ്രിഡ്ജിൽ എടുത്ത് വെക്കണമെങ്കിൽ എടുത്ത് വെക്കാം കേട്ടോ. ഇവിടെ അങ്ങനെയാണ്. ബാക്കിയുള്ളത് ഇങ്ങനത്തെ പാത്രത്തിലാക്കി എടുത്ത് വയ്ക്കും. അപ്പോൾ 2-3 ദിവസമൊക്കെ ഇതുകൊണ്ട് നമുക്ക് പുട്ടുണ്ടാക്കാം, ഒരു കുഴപ്പവും വരില്ല. ഇനി പുട്ടുണ്ടാക്കാൻ സാധാരണ പോലെ തന്നെ നാളികേരം ഇട്ട് കൊടുക്കുക. നാളികേരം വേണമെങ്കിൽ ആ പൊടിയിൽ കുറച്ചിട്ടിട്ടൊന്ന് ആക്കിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, വെറുതെ കഴിക്കുമ്പോൾ. പിന്നെ ഈ പൊടി ഇങ്ങനെ ഇട്ട് കൊടുക്കുക. പുട്ടുണ്ടാക്കാൻ പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഈ പുട്ടാണെങ്കിൽ കുട്ടികൾക്കൊക്കെ കൊടുത്തയക്കാൻ, സ്കൂളിലേക്ക് കൊടുത്തയക്കാനും നല്ലതാണ്. ഇനി ഇതിൻ്റെ പറയട്ടെ, ഇതിൻ്റെ സമയം പറയട്ടെ. ഇപ്പം നമ്മളിതിന് ആവി വന്നില്ലേ, ആവി വന്നിട്ട് ഒരു 4 മിനിറ്റ് 5 മിനിറ്റിനുള്ളിൽ തന്നെ വേവുണ്ടാവും. ഒരു 5 മിനിറ്റ് മാക്സിമം വെച്ചാൽ മതി. അപ്പോഴേക്കും നമ്മുടെ പുട്ട് വെന്തിട്ടുണ്ടാവും. അത്ര സമയം വെച്ചാൽ മതി. 4-5 മിനിറ്റിനുള്ളിൽ പുട്ട് റെഡിയായി. അപ്പോൾ ഇതേ നമ്മുടെ പുട്ട് മട്ട അരി കൊണ്ടുള്ള പുട്ട്. അപ്പോൾ ഇത് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. വെറുതെ കഴിക്കാനായാലും, പഴം കൂട്ടി കഴിക്കാനായാലും, കറി കൂട്ടി കഴിക്കാനായാലും, എന്തിൻ്റെ കൂടെ കഴിക്കാനായാലും. അതുപോലെ തന്നെ ഇതിപ്പോൾ സ്കൂളിൽ കൊണ്ടുപോയി നമ്മൾ സാധാരണ പുട്ടാണെങ്കിൽ തണുത്ത് കഴിഞ്ഞാൽ ഇത്തിരി കട്ട പിടിക്കില്ലേ, പക്ഷേ ഇതൊട്ടും കട്ട പിടിക്കില്ല. ഇതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവർ ഉണ്ടാക്കി നോക്കിക്കോ. ഉണ്ടാക്കി നോക്കി കഴിച്ചിട്ട് അഭിപ്രായം പറയാം. അടിപൊളിയെന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. കാരണം നമ്മൾ ഇത് നല്ല തവിടൊക്കെയുള്ള അരിയല്ലേ, അതുകൊണ്ടുള്ള പുട്ടല്ലേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോയിൽ വീണ്ടും ഒരു സിമ്പിൾ റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. അതുവരേക്കും എല്ലാവരും നല്ല സന്തോഷമായിട്ടിരിക്കുക. ബൈ.